ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് വൻതോതിൽ പണം കണ്ടെടുത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പിന്നാലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ നൽകിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേർന്ന വിവരങ്ങളുമായി. ശരത്ത്, ഇത് ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും ഈ വൻതോതിലുള്ള പണം കണ്ടെത്താനിടയായ സാഹചര്യം എന്താണ്? ഇപ്പോൾ സുപ്രീംകോടതി കൊളീജിയം ഇതിലെടുത്തിരിക്കുന്ന നടപടി ഈ തിരികെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരു സൂചനയാണോ പുറത്തു വരുന്നത്? എന്താണ് നടന്നത് ശരത്ത്? ലക്ഷ്മി, സത്യം പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. കാരണം ഇത് ഒരു ജഡ്ജിയുടെ വസതിയിൽ 6 കോടിയോളം രൂപയുണ്ട് എന്നാണ് പ്രാഥമികമായി പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ ഡൽഹി പോലീസ് പുറത്തുവിട്ടില്ല. സ്വന്തം വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ തൽക്കത്തോർ റോഡിലെ ഔദ്യോഗിക വസതിയിൽ ഹോളിയോടനുബന്ധിച്ചുണ്ടായ ഒരു തീപിടുത്തത്തിൽ ഫയർ സർവീസിനെ വിളിക്കുകയായിരുന്നു ജഡ്ജി. ആ സമയത്താണ് ഫയർ സർവീസ് തീ അണക്കുകയും അത് കഴിഞ്ഞ ശേഷം തീ അണച്ച ആ റൂമിൽ നിന്ന് ഇത്രയും രൂപ നോട്ടുകെട്ടുകൾ കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഡൽഹി പോലീസിനെ വിവരം അറിയിക്കും. ഡൽഹി പോലീസും അതേപോലെ തന്നെ ഡൽഹി പോലീസ് സാമ്പത്തിക വിഭാഗമാണ് ഇത് സംബന്ധിച്ച കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജഡ്ജി ആയതിനാൽ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുമായിരുന്നു. ഇതേ തുടർന്ന് ചീഫ് ജസ്റ്റിസ് കൊളീജിയം അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും ഇദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകയായിരുന്നു. എന്നാൽ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനുള്ള തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി കൊളീജിയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. വളരെ വലിയ ഒരു നാണക്കേടാണ് ജുഡീഷ്യറിയെ സംബന്ധിച്ചോളം. അതും ഇന്ദ്രപ്രസ്ഥത്തിൽ ഇത്രത്തോളം രൂപ എങ്ങനെ ജഡ്ജിയുടെ കൈവശം വന്നു, ഇത്രത്തോളം നോട്ടുകെട്ടുകൾ എങ്ങനെ കൈവശം വന്നു എന്നതാണ് ജുഡീഷ്യറിയെ ഉയരുന്ന ചോദ്യം. ജുഡീഷ്യറി വിശ്വാസം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ തീപിടുത്തം, അതിനെ തുടർന്നാണോ ഈ നാടകീയ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്? ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്നോ? അദ്ദേഹം തന്നെയാണ് ഫയർ സർവീസിനെ വിളിച്ചത്. തീപിടുത്തമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് പോലീസ് സുരക്ഷയുള്ളതാണ്. ജഡ്ജിമാർക്ക് അറിയാലോ, ജഡ്ജിമാർക്ക് എപ്പോഴും കൂടെ ഒരു ഗൺമാൻ ഉണ്ടാവും. അതേപോലെ തന്നെ വീട്ടിൽ കാവലുമുണ്ട് ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം. ഈ സമയത്താണ് തീപിടുത്തം, അതായത് കർട്ടനിൽ തീപിടിക്കായിരുന്നു റൂമിലെ. ആ തീപിടുത്തത്തെ തുടർന്ന് തീ പടരുകയായിരുന്നു. ആ സമയം ഫയർ സർവീസിനെ ജഡ്ജി നേരിട്ട് വിളിക്കും. ജഡ്ജി ഉണ്ടായിരുന്നു. ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്രയും തുക പോലീസുകാർ കണ്ടെടുത്തിയത് ലക്ഷ്മി എന്നതാണ് ഇതിലെ വളരെ പ്രത്യേകത. ഹൈക്കോടതി ജഡ്ജിന്റെ വസതിയിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ നിലവിൽ പോലീസിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കൊളീജിയം ചീഫ് ജസ്റ്റിസിനെ തന്നെ ഡൽഹി പോലീസ് അറിയിച്ചത്. ഡൽഹിയിൽ ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറഞ്ഞു കേൾക്കുന്ന പേര് തന്നെ ഇദ്ദേഹത്തിന്റെയാണ്, യശ്വന്ത് വർമ്മയുടേതാണ്. അങ്ങനെയുള്ള ഒരു മുതിർന്ന അഭിഭാഷകന്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നതും പണം പിടിച്ചെടുക്കുന്നതും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.